ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത് കുറ്റവാളിയാണെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുമ്പോഴും അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഉറച്ച് അലീന നടത്തുന്ന പോരാട്ടമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അലീന നടത്തുന്ന ആ നീക്കം ഒടുവിൽ ലക്ഷ്യത്തിലെത്തുകയാണ്. അപ്പോൾ ആരെയും ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളും വൈകാരികമായ നിമിഷങ്ങളും നിറഞ്ഞ വരും എപ്പിസോഡുകളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ ബാലചന്ദ്രൻ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശാരീരികമായി അല്പം ഭേദമായെങ്കിലും മകൻ രോഹിത് ചെയ്ത കുറ്റമോർത്ത് അദ്ദേഹം മാനസികമായി തകർന്നിരിക്കുകയാണ്. അലീന അദ്ദേഹത്തിന് ധൈര്യം നൽകുന്നു. തുടർന്ന് കഥയിൽ വലിയൊരു ട്വിസ്റ്റ് വരുന്നത് അലീന ഗ്രേസാമയെ വിളിക്കുന്നതോടെയാണ്. രോഹിത് ഇത്രയും വലിയൊരു ക്രൂരത ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് അലീന വിശ്വസിക്കുന്നില്ല. തന്റെ കൂടെ മാസങ്ങളോളം കഴിഞ്ഞ രോഹിത്തിന് അത്രയും വലിയൊരു പാതകം ചെയ്യാൻ ധൈര്യമില്ലെന്നാണ് അലീനയുടെ പക്ഷം. പോലീസിന് ലഭിച്ച മൊഴികളിലെ സത്യാവസ്ഥ അറിയാൻ ഡിവൈഎസ്പിയെ കാണാൻ സഹായിക്കണമെന്ന് അലീന അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഗ്രേസാമ്മ അത് കടുപ്പത്തിൽ തന്നെ നിരസിക്കുകയാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാടിലാണ് ഗ്രേസാമ്മ. എന്നാൽ രോഹിത്തിന്റെ കാര്യത്തിൽ അലീനയ്ക്ക് വലിയൊരു സംശയമുണ്ട്. സംഭവം നടന്ന ദിവസം രോഹിത്തിന്റെ പെരുമാറ്റം വളരെ അസ്വാഭാവികമായിരുന്നു. ആരോടെന്നില്ലാത്ത ഭയവും ഒളിച്ചോടാനുള്ള ശ്രമവും അലീന ശ്രദ്ധിച്ചിരുന്നു. ഇതിനു പുറമെ അന്ന് ഉച്ചയ്ക്ക് ശേഷം രോഹിത്തിന്റെ ഫോണിലേക്ക് ഒരു കോളും വന്നിട്ടില്ല, അങ്ങോട്ട് പോയിട്ടുമില്ല. അങ്ങനെ ഹരിശങ്കറോ മറ്റാരെങ്കിലുമോ അവനെ ബന്ധപ്പെടാൻ അനുവദിച്ചിരുന്നില്ല എന്ന തെളിവ് അലീന പിന്നെ കണ്ടെത്തുന്നു. തന്റെ ഈ സംശയം ഗ്രേസാമയോട് അലീന പങ്കുവെക്കുന്നുണ്ട്. ആദ്യം വഴങ്ങിയില്ലെങ്കിലും അലീനയുടെ നിർബന്ധത്തിന് വഴങ്ങി മാമച്ചനും ജോബിച്ചനും ഡിവൈഎസ്പി മധുസൂദനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്. ആ കൂടിക്കാഴ്ചയിൽ അലീനയുടെ നിഗമനങ്ങൾ ശരിയാണെന്ന് തെളിയുന്ന ചില സൂചനകൾ ലഭിക്കുകയാണ് കേട്ടോ. രോഹിത് ഈ കുറ്റകൃത്യത്തിൽ എങ്ങനെ ഭാഗമായി എന്നതിനെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത്. ഹരിശങ്കർ വിരിച്ച വലിയൊരു ചതിക്കുഴിയിൽ രോഹിത് അറിയാതെ വീണു പോവുകയായിരുന്നു. അങ്ങനെയാണ് മാമച്ചനും ജോബിച്ചനും നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഇത്രയും വലിയൊരു ക്രൂരത നടക്കാൻ പോകുന്നുണ്ടെന്ന് രോഹിത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എല്ലാം വെറും ഒരു നാടകമാണെന്നും ആരെയോ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയുള്ള തമാശ മാത്രമാണെന്നുമാണ് ഹരിശങ്കർ രോഹിത്തിനെ വിശ്വസിപ്പിച്ചിരുന്നത്. തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ എന്നവണ്ണമാണ് രോഹിത് ആ സംഘത്തോടൊപ്പം ചേരുന്നത്. എന്നാൽ സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതെന്നും അവിടെ നടക്കുന്നത് ക്രൂരമായ ബലപ്രയോഗമാണെന്നും രോഹിത് മനസ്സിലാക്കുന്നത്. ചതിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ രോഹിത് പരമാവധി ശ്രമിച്ചു. പക്ഷേ കൂടെ ഉണ്ടായിരുന്നവർ അവനെ വളയുകയും ബലമായി തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല, നടന്ന കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞാൽ രോഹിത്തിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു മരണഭയം കാരണമാണ് പോലീസിനോട് പോലും സത്യം വെളിപ്പെടുത്താൻ കഴിയാതെ രോഹിത് മൗനം പാലിച്ചത്. അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് അവന് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. ഏതായാലും രോഹിത്തിന്റെ കേസിൽ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വന്നതോടെ ഡിവൈഎസ്പി മധുസൂദനെ കണ്ട മാമച്ചനും ജോബിച്ചനും ബാലചന്ദ്രൻ മേനോന്റെ വീട്ടിലെത്തുന്നു. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള അലീനയുടെ നിഗമനം ശരിയാണെന്ന് അവർ അദ്ദേഹത്തെ അറിയിക്കുന്നു. പക്ഷേ ഹരിശങ്കറിന്റെ ചതിയിൽ രോഹിത് പെട്ടുപോയതാണെന്ന് വ്യക്തമായെങ്കിലും അവനെ രക്ഷിക്കുക എന്നത് അത്ര എളുപ്പമല്ല. വാദികളും സാക്ഷികളും നിലപാട് മാറ്റാതെ രോഹിത്തിന് നീതി ലഭിക്കില്ല എന്നതാണ് സത്യം. താനൊരു കുറ്റവാളിയുടെ അച്ഛനാണെന്ന് കുറ്റബോധത്തിൽ തളർന്നിരുന്ന ബാലേന്ദ്ര മേനോന് ഈ വാർത്ത വലിയൊരു ആശ്വാസമായി. പോലീസിനെയോ നിയമത്തെയോ ഭയന്ന് വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തന്റെ പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് രോഹിത്തിനെ സഹായിക്കാൻ തന്നെ അദ്ദേഹം പുറപ്പെടുന്നു. എന്നാൽ കണ്ടുമുട്ടിയ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം കൈമലർത്തുകയാണ് ചെയ്തത്. രോഹിത് നിരപരാധിയാണെങ്കിലും നിയമപരമായി അവനെ മോചിപ്പിക്കാൻ തടസ്സങ്ങൾ ഏറെയാണെന്ന മറുപടിയാണ് ബാലചന്ദ്രന് ലഭിച്ചത്. നിരാശനായി മടങ്ങിയെത്തുന്ന ബാലുവിന് ധൈര്യം പകരുന്നത് അലീനയാണ്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തെളിയുമെന്ന് അവൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. വക്കീലിനെ കാണുന്നതിനേക്കാൾ മുൻ ഡിവൈഎസ്പി മധുസൂദനെ നേരിൽ കണ്ട് സംസാരിക്കാൻ തന്നെ അലീന തീരുമാനിക്കുന്നു. ഒറ്റയ്ക്ക് പോകാനുള്ള അവളുടെ തീരുമാനത്തിൽ ബാലചന്ദ്രൻ മേനോന് ആശങ്കയുണ്ടെങ്കിലും അലീന തന്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സാധാരണ വീട്ടുവേലക്കാരിയായ തനിക്ക് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനെ കാണാൻ അനുവാദം കിട്ടുമോ എന്ന ആശങ്കയൊന്നും അവളുടെ മുഖത്തില്ലായിരുന്നു. കാരണം അവളുടെ കയ്യിൽ സത്യമെന്ന വലിയ ആയുധമുണ്ടായിരുന്നു. അങ്ങനെ ഡിവൈഎസ്പിക്ക് മുന്നിൽ ഭയമില്ലാതെ അലീന ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തെ പോലും ചിന്തിപ്പിക്കുന്നതായിരുന്നു. രോഹിത് കുറ്റക്കാരനല്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അവനെ മോചിപ്പിക്കാത്തത് എന്ന അലീനയുടെ ചോദ്യത്തിനു മുന്നിൽ നിയമത്തിന്റെ നൂലാമാലകൾ നിരത്തി അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അലീന അവിടെയും വിട്ടുകൊടുത്തില്ല. അലീന ചോദിക്കുകയാണ്, നിരപരാധിക്ക് നീതി കിട്ടാൻ കോടതിയും കേസുമായി നടന്ന് ഒടുവിൽ അവന്റെ ജീവിതവും അഭിമാനവും തകർന്നു പോയതിനു ശേഷം കിട്ടുന്ന ആ നീതിക്ക് എന്ത് വിലയാണുള്ളത് സാർ എന്ന്. ആ ചോദ്യം മധുസൂദന്റെ മനസാക്ഷിയെ തന്നെ തൊട്ടുണർത്തുന്നതായിരുന്നു. പോലീസിന്റെ പരിമിതികളെല്ലാം അദ്ദേഹം അലീനയ്ക്ക് മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. അതായത് കുറ്റാരോപിതരായ മറ്റു പ്രതികളുടെ മൊഴി മാത്രം വിശ്വസിച്ച് ഒരാളെ വിട്ടയച്ചാൽ അത് പോലീസിനെതിരെ വലിയ ജനരോഷത്തിന് കാരണമാകും. പക്ഷേ അലീനയുടെ തളരാത്ത നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു വഴി പറഞ്ഞു കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി മാത്രമാണ്
രോഹിത്തിന് മുന്നിലുള്ള ഏക രക്ഷാകവാടം. ആ പെൺകുട്ടി രോഹിത്തിന്റെ നിരപരാധിത്വം പോലീസിന് മുന്നിൽ തുറന്നു പറഞ്ഞാൽ മാത്രമേ നിയമത്തിന് അവനെ വിട്ടയക്കാൻ കഴിയൂ എന്ന് പറയുകയാണ് അദ്ദേഹം. രാഷ്ട്രീയക്കാരും വിവിധ സംഘടനകളും സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് സത്യം ബോധിപ്പിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്നും പണമോ സ്വാധീനമോ ഇല്ലാത്ത അലീനയ്ക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ പണമില്ലായിരിക്കാം സാർ, പക്ഷെ സത്യമുണ്ട് എന്നായിരുന്നു അലീനയുടെ മറുപടി. അങ്ങനെ കൂടിക്കാഴ്ചയുടെ ഒടുവിൽ മധുസൂദനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലീനയോട്. ആ വീട്ടിലെ ജോലിയേക്കാൾ നല്ലൊരു ജോലി നിനക്ക് കിട്ടില്ലേ അലീന എന്ന്. അതിന് അലീന നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: സർ, അതൊരു ജോലിയല്ല, എന്റെ വീടാണ്. അവിടെയുള്ളവർ എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ്. അവർക്ക് വേണ്ടി ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? ഏതായാലും രോഹിത്തിനെ രക്ഷിക്കാൻ ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ. ശരണ്യ സത്യം പറയണം. എന്നാൽ ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്നാണ് ബാലചന്ദ്രൻ മേനോൻ വിശ്വസിക്കുന്നത്. ഇത്രയും വലിയൊരു ക്രൂരതയ്ക്കിരയായ ആ കുട്ടിക്ക് എങ്ങനെയാണ് അവിടെയുള്ളവർക്കിടയിൽ നിന്നും ഒരു നിരപരാധിയെ തിരിച്ചറിയാൻ കഴിയുക? പോരാത്തതിന് അവളെ സത്യം പറയാൻ ആരെങ്കിലും അനുവദിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ബാലേന്ദ്രൻ ആകെ തളർന്നിരിക്കുകയാണ്. പക്ഷേ അലീന തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. ശരണ്യയുടെ മനസാക്ഷിയിൽ അവൾക്ക് വലിയ വിശ്വാസമുണ്ട്. ആര് തടഞ്ഞാലും വേണ്ടില്ല, സത്യം ബോധ്യപ്പെടുത്താൻ ശരണ്യയെ നേരിൽ പോയി കാണുമെന്ന് തന്നെ അലീന ഉറപ്പിക്കുന്നു. എന്നാൽ ആ തീരുമാനം അലീനയെ എത്തിച്ചത് മരണത്തിന്റെ വക്കിലായിരുന്നു കേട്ടോ. ഇരയായ പെൺകുട്ടിയുടെ വീട് വളഞ്ഞ നാട്ടുകാർ അലീനയെ കണ്ടതും അക്രമാസക്തരായി. ബാലേന്ദ്രന്റെ വീട്ടിൽ നിന്നും വന്നവളാണെന്ന് അറിഞ്ഞതോടെ അവരുടെ ദേഷ്യം ഇരട്ടിച്ചു. ക്രൂരമായി മർദ്ദിക്കപ്പെട്ട അലീനയെ മണ്ണെണ്ണ ഒഴിച്ച് അപായപ്പെടുത്താൻ പോലും അവർ തുനിഞ്ഞു. ആ നിർണായക നിമിഷത്തിൽ ഷാജി എന്ന ഓട്ടോ ഡ്രൈവറാണ് അലീനയുടെ രക്ഷകനായി എത്തുന്നത്. അലീന വെറും ഒരു വീട്ടുകാരിയാണെന്ന സത്യം ഷാജി വെളിപ്പെടുത്തിയതോടെയാണ് ആ വലിയ അപകടം ഒഴിവായത്. ശരീരമാസകലം മുറിവുകളേറ്റ അലീനയെ കണ്ട് ബാലചന്ദ്രൻ മേനോൻ പൊട്ടിത്തെറിച്ചെങ്കിലും തന്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ അലീന തയ്യാറല്ലായിരുന്നു. മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് വീണ്ടും അവൾ ആ പെൺകുട്ടിയെ കാണാൻ പോകുന്നു. ഓരോ ദിവസവും അലീന നൽകിയ ആത്മവിശ്വാസവും സ്നേഹവും ശരണ്യയുടെ മനസ്സ് മാറ്റുന്നു. അലീനയെ കാണുമ്പോഴുള്ള ശരണ്യയുടെ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അങ്ങനെ അലീനയുടെ ആത്മാർത്ഥമായ സ്നേഹത്തിനു മുന്നിൽ ഒടുവിൽ ശരണ്യയുടെ മനസ്സ് അലിയുകയാണ്. ലോകം മുഴുവൻ രോഹിത്തിനെ കുറ്റപ്പെടുത്തിയപ്പോഴും സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ അലീന നടത്തിയ പരിശ്രമങ്ങൾ ശരണ്യയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറി. തന്നെ സ്നേഹത്തോടെ പരിചരിക്കുന്ന അലീനയോടുള്ള വിശ്വാസം കാരണമാണ് സത്യം തുറന്നു പറയാൻ അവൾ ധൈര്യം കാണിച്ചത്. രോഹിത്ത് നിരപരാധിയാണെന്നും ആ ക്രൂരകൃത്യത്തിൽ അവന് പങ്കില്ലെന്നും ശരണ്യ പോലീസിനോട് വ്യക്തമാക്കുന്നു. ആ ഒരൊറ്റ മൊഴി രോഹിത്തിന്റെ ജീവിതത്തിലേക്ക് വലിയൊരു വെളിച്ചമാണ് കൊണ്ടുവരുന്നത്. തകർന്നു പോകുമായിരുന്ന ഒരു കുടുംബത്തെയും രോഹിത്തിന്റെ ജീവിതത്തെയും അലീന വീണ്ടെടുക്കുന്ന ആ നിമിഷം സ്നേഹത്തിന് ഏതൊരു വെറുപ്പിനെയും കീഴടക്കാൻ കഴിയുമെന്നതിന്റെ വലിയൊരു തെളിവായി മാറുകയാണ്.